അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. റസിയയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അതാ സൈനു പറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട്, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അതെ അങ്ങ് നീലിയെ വിവാഹം കഴിക്കണം, അതെ മുസ്ലിം ആക്കിയിട്ട്. എന്താ അതിന് പറ്റില്ലേ? എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ്, എനിക്കും അവൾക്കും മിണ്ടിയും പറഞ്ഞിരിക്കാലോ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനും അതൊരു രസമുള്ള കാര്യമായിരിക്കുമല്ലോ. എന്താ നീ പറയുന്നത്? നീ ഒരിക്കൽ പോലും എന്നെ മനസ്സിലാക്കിയിട്ടില്ലേ? എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടും അവൾക്കത് തൃപ്തിയായില്ലായിരുന്നു. ഒടുവിൽ അതാ തൻ്റെ സൈനബയുടെ വാക്കുകൾ അനുസരിച്ച് മൂസഹാജി അതാ നീലിയെ ഇസ്ലാം മതത്തിലാക്കി കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ ദിവസം ആദ്യ രാത്രി സൈനബയോട് ആദ്യമേ പറഞ്ഞിരുന്നു, സൈനബ ഒരിക്കൽ പോലും നിനക്കത് ഉൾക്കൊള്ളാനാവില്ല എന്ന്. ഇല്ല, എനിക്ക് ഇഷ്ടമാണ്. സൈനബയുടെ നിർബന്ധപ്രകാരമാണ് അതിനുവേണ്ടി അവർ നിന്നതും. അങ്ങനെ അതാ മൂസഹാജിയുടെ മണിയറയിലേക്ക് അതാ നീലി കടക്കുകയാണ് ചെയ്യുന്നത്. സൈനബ അവളുടെ കൈകളിലേക്ക് ഒരു ഗ്ലാസ് അതാ ചൂടുള്ള പാൽ കൊടുക്കുന്നു. അതും വാങ്ങി അവൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മണിയറയിലേക്ക് കടന്നു. അതാ മണിയറവാതിൽ പതുക്കെ അടഞ്ഞു. ഒരു നിമിഷം സൈനബ ഞെട്ടി. അല്ലാ, എൻ്റെ ഭർത്താവിൻ്റെ മണിയറയിലേക്കാണല്ലോ അവൾ പാലുമായി കയറി ചെന്നത്. അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ അവിടെ അതാ ആ മാളികപ്പുറത്തിരുന്ന് കരയുകയാണ് ചെയ്യുന്നത്. പൊട്ടി പൊട്ടി കരയുകയായിരുന്നു. അവൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അതെ, കഥകടച്ചപ്പോൾ അവൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ പറയാം. സൈനബ, സൈനബ, സൈന, എന്താ പെണ്ണി കരയുന്നത്? നീ എന്താ ഉറക്കത്തിൽ കരയാണോ? ഇക്ക, എന്നെ വിട്ടിട്ട് പോവല്ലേ ഇക്ക, ഞാൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാ ഇക്ക. സൈന, എന്താ ഈ പെമ്പർന്നോൾ ഇങ്ങനെ കിടന്ന് കരയണത്? സമയം 3 മണിയാണ് പുലർച്ചെ. സൈന, സൈന, ഭർത്താവ് അവളെ തട്ടി വിളിച്ചു. അവളാകെ വിയർത്തിരുന്നു. പെണ്ണെ, ഈ പെരും മഴ പെയ്യുന്ന സമയത്തും നീ എന്തെങ്ങനെ വേർതിരിക്കുന്നത്? ഇക്ക, ഇക്ക, എന്താ പെണ്ണെ? അവളാകെ ഞെട്ടിത്തെരിച്ച രീതിയിലായിരുന്നു. വിയർത്തൊഴുകുന്നുണ്ട്. എന്താ സേനു, എന്താ വേണ്ട? വെള്ളം വേണോ? നീ എന്തുകൊണ്ട് പേടിച്ചോ? ഇന്നാ ഈ വെള്ളം കുടിക്കേ. അദ്ദേഹം എന്താ അവൾക്ക് ആ കൂജയിലിരുന്ന വെള്ളം മൺപാത്രത്തിൽ കൊടുക്കുന്നു. അവളത് മോന്തി കുടിക്കുന്നു. ഇക്ക, എന്താ, എന്തു പറ്റി? ഇപ്പൊ ഈടെയായി നിനക്ക് എന്തോ തോന്നുന്നുണ്ടല്ലോ. എന്താ ഈ കുട്ടി ഗർഭിണി ആയതിനു ശേഷം നിനക്ക് എന്തൊക്കെയോ സ്വപ്നങ്ങളും നിനക്ക് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ടോ? എന്ത് സംഭവിച്ചത് മോളെ? ശരിക്കും സൈനുവിൻ്റെ അവസ്ഥ കണ്ട് ഭർത്താവ് അവളുടെ മുടിയിഴകളിലൂടെ തലോടിക്കൊണ്ടിരുന്നു. എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? നീ ചെല്ലിയൊന്നും കിടന്നിട്ടില്ലേ? ആയത്തിൽ കുറിച്ചൊക്കെ ചെല്ലി ഊതി കെടുക്കണം എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ. പിന്നെ എന്താ നിനക്ക്? നീ എന്തൊക്കെയോ സ്വപ്നം കാണുന്നത്? എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കാണും. ഓരോന്ന് ഓർത്ത് കിടന്നിട്ടാണ് ഇക്ക. അതോ പിന്നെ ആൺകുട്ടിനെ പറ്റിയ സ്വപ്നം കണ്ടോ? എൻ്റെ 7ാമത്തെ ആൺകുട്ടിനെ പറ്റുന്ന എനിക്ക് മാനസികമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായതാണ്. അത് മറക്കണ്ട. പെൺകുട്ടിനെ പൂതിച്ച് അവസാനം ഒരു ആൺകുട്ടി പിന്നെയും വന്നപ്പോൾ എൻ്റെ സമനില തെറ്റിയതൊക്കെ ഞാൻ മറന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇതാണായാലും പെണ്ണായാലും നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ കുഞ്ഞാണ്. അല്ലാതെ കുഞ്ഞാണാണെന്ന് കരുതിയിട്ട് നീ ഇത്രമാത്രം വിഷമിക്കരുത്. പഠിച്ചവനാണ് നമുക്ക് എല്ലാം തരുന്നത്. ആൺകുട്ടികളെ തരുന്നതും പെൺകുട്ടികളെ തരുന്നതും ഒക്കെ അള്ളാഹുവാണ്. എന്നാലും എടി, ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ബുദ്ധിയില്ലാത്ത കുട്ടികൾ ജനിക്കുന്നു. അംഗവൈകല്യമുള്ള കുട്ടികൾ ജനിക്കുള്ളൂ. നമ്മുടെ 7 ആമക്കൾ എന്തൊരു സുന്ദരന്മാരാ! ഒരു കുഴപ്പമില്ലാതെ പഠിച്ചോ നമുക്ക് തന്നിക്കണല്ലോ. നമ്മുടെ മൂത്ത മോനെ അബ്ദു, അവൻ്റെ മുഖം നീ ശ്രദ്ധിച്ചിക്കണം. എന്തൊരു ഭംഗിയാണ് അവനെ കാണാൻ, എന്തൊരു മനോഹാരിതയാണ്. എല്ലാ മക്കളും ഒന്നിനൊന്ന് മെച്ചാണ്. നമ്മൾ പഠിച്ചവനോട് ശുക്ർ ചെയ്യല്ലേ വേണ്ടത്. പിന്നെ നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ആൺകുട്ടിയായാലും നീ വിഷമിക്കണ്ട ഇക്ക. അതെ, അവൾ കണ്ട സ്വപ്നം അത് മറ്റൊന്നുമല്ലായിരുന്നു. നീലിയെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നതും ഭർത്താവ് അവളെ വിവാഹം കഴിച്ചതിന് ശേഷം മണിയറയിലേക്ക് കടക്കുന്നതും തന്നെ പുറത്താക്കി മണിയറവാതിൽ അടക്കുന്നതുമാണ് സ്വപ്നം കണ്ടത്. അതൊരേതൊരു പെണ്ണിനും സഹിക്കാൻ കഴിയാത്തതാണ്. അതെ, അത് അവൾക്കും സഹിച്ചില്ല. അതാണ് സ്വപ്നം. വല്ലാത്തൊരു സ്വപ്നം തന്നെ ഇക്ക. എന്താ പെണ്ണേ? ഒന്ന് നല്ല രീതിയിൽ കിടന്നാജ്. എന്താ എനിക്ക് വിഷക്കുന്നുണ്ടോ? വിഷക്കു ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നരാം. വേണ്ടക്ക, വെള്ളം കുടിച്ചില്ല, അത് മതി.
എന്നാൽ മൂസഹാജി അവളുടെ മുടി ഇഴകളിലൂടെ തലോടി. എൻ്റെ പെണ്ണെ, എൻ്റെ മുടി കുറച്ചൊന്ന് വെട്ടണം കേട്ടോ, അത് നല്ലോണം കണ്ട് നീളം കൂടിയിരിക്കണ്. ആ, പെൺകുട്ടിയാണെന്നാ തോന്നുന്നു, മുടിയൊക്കെ നല്ലോണം വളർന്നു വരുന്നുണ്ട്. ഇക്ക, എന്താ നിന്റെ പേടി ഇപ്പോഴും മാറിയില്ലേ? കൊണ്ടാ ഞാനൊന്ന് ഒഴിഞ്ഞു തരാം എൻ്റെ ശരീരമൊക്കെ ഒന്നായിട്ട്. അങ്ങനെ അതാ അവളുടെ കൈകാലുകളെല്ലാം മൂസഹാജി മസാജ് ചെയ്ത് കൊടുക്കുന്നു. അവളുടെ മുടിയിഴകളെല്ലാം പതുക്കെ തലോടി കൊടുക്കുന്നു. അവളുടെ നെറുകയിൽ അദ്ദേഹം തുരുതുരെ ചുംബനങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ കുട്ടി പേടിക്കണ്ട കേട്ടോ, ആണാലും പെണ്ണാലും ഞാൻ ഉണ്ടാവും, എനിക്കെന്താ പേടി? ഒന്നും നീ വിഷമിക്കണ്ട. എന്നാൽ മൂസഹാജിയുടെ വിചാരം വീണ്ടും ആൺകുട്ടിയെ പ്രസവിച്ചത് സ്വപ്നം കണ്ടിട്ട് അവൾ പേടിച്ചതാണെന്നാണ്. ഇക്ക, എനിക്ക് എന്തെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്വപ്നം കാര്യങ്ങൾ. അത് സാരില്ലാന്നേ, ഇജ്ജ് നല്ല മട്ടത്തിൽ ചെല്ലൂതി പറഞ്ഞ് കെടുക്ക് പെണ്ണേ. ഇങ്ങനെ ഇജ്ജ് നിന്നപ്പോൾ എങ്ങനെ ശരിയാവുമോ? ആ, ഏതായാലും ഞമ്മക്ക് ഇനിയിപ്പോൾ എട്ടാമത്തും പെണ്ണായാലും ആണായാലും ഞമ്മക്ക് സന്തോഷമേ ഉള്ളൂ. ആ, ഇജ്ജ് ഒന്നും കൊണ്ടും വിചാരിക്കണ്ട, ഈ കുട്ടിയാക്കും അതിൻ്റെ അപ്പുറം ഓല തലമുറകൾക്ക് കയ്യാനുള്ള സ്വത്തും മുതലും പടച്ചോ ഞമ്മക്ക് തന്നിക്കണേ. ആ ഒരു സ്വത്തും മുതലും ഉള്ളിടത്തോളം കാലം ഇജ്ജ് എന്തിനാ പേടിക്കണേ? പിന്നെ വേറൊരു കാര്യം, പടച്ച റബ്ബ് തൊള്ള കീറിയേക്കണമെങ്കിൽ അതിനുള്ള അന്നം പഠിച്ചോൻ കരുതിയിട്ടുണ്ടാവും. ഒരാളെ കണ്ടിട്ട് ഒരാളെ പടക്കൂല. അതൊന്നുമല്ലേക്കാ, എനിക്ക് എന്തൊക്കെയോ ആകുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ഭർത്താവ് അവളെ ആശ്വസിപ്പിച്ചു. എൻ്റെ പെണ്ണെ, ഇജ്ജ് ഇങ്ങനെ തന്നെ ടെൻഷനാക്കല്ലേ. ഇജ്ജ് നമ്മളെ മുത്തല്ലേ, അനക്ക് എന്താ വെച്ചാൽ വേണ്ടി നമ്മൾ വാങ്ങിത്തരൂലേ? അനക്ക് എന്താ ഒരു കുറവ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? സൈനയെ അതാ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തലോടുന്നു. എന്നാലും സൈനയുടെ മനസ്സിൽ നിന്ന് അത് മാറുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ ഭർത്താവ് നീലയെ വിവാഹം കഴിച്ച് മണിയറയിലേക്ക് കടന്ന് വാതിൽ കുറ്റിയിടുന്ന കാഴ്ചയാണ് കണ്ടത്. അതും തൻ്റെ നിർബന്ധപ്രകാരം. അയ്യേ, ഞാൻ എന്താ ഇത്ര ഒരു ബുദ്ധിയില്ലാത്തൊരു പൊട്ടിയായി പോയോ? സ്വന്തം ഭർത്താവിനെ കൊണ്ട് ആരെങ്കിലും എങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുമോ? ആർക്കെങ്കിലും അത് സഹിക്കുമോ? അറിയാതെ ചെയ്താൽ തന്നെ വളരെയധികം വിഷമമായിരിക്കും. എന്താ റബ്ബേ, എനിക്ക് അറിയുന്നില്ലല്ലോ, എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുകയാണല്ലോ. ഭർത്താവ് അവളെ ആശ്വസിപ്പിച്ചു. എൻ്റെ സേനോ, നീ ഓരോന്ന് ആലോചിച്ചുണ്ടാക്കല്ലേ. ഇത്ര ഇനി കുറച്ച് മാസം കൂടെ ഉള്ളൂ നിൻ്റെ പ്രസവത്തിന്. ആണായാലും പെണ്ണായാലും നീ വിഷമിക്കൊന്നും വേണ്ട. ആ കാര്യം കൊണ്ടാണ് നീ ഇത്രമാത്രം. അല്ലിക്ക, അതൊന്നുമല്ല. പെണ്ണായാലും എന്താ ആണായാലും എന്താ, മക്കൾ നന്നായാൽ മതി. ആ, അതന്നെ, ആ ചിന്താഗതിയോട് കൂടി ജീവിക്കണം. അന്നും പുലർച്ചെ അവർ എഴുന്നേറ്റു ഫ്രഷായി നമസ്കരിച്ചു. അദ്ദേഹം പതിവ് പോലെ അതാ തോട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. അവളുടെ മനസ്സിൽ അപ്പോഴും പതിഞ്ഞിരുന്നത് ആ കാഞ്ചീപുരം സാരിയായിരുന്നു. അതെ, ആ കാഞ്ചീപുരം സാരി നീലിക്ക് കൊടുക്കണം. നീലി അതെടുത്ത് വരട്ടെ. എൻ്റെ മനസ്സിൽ ഞാൻ എന്തൊക്കെയോ വേണ്ടാത്ത സ്വപ്നങ്ങൾ കണ്ടു. പക്ഷെ നീലി പാവാണ്, എൻ്റെ ഹാജിയരും പാവാണ്. എൻ്റെ ഓരോ ബുദ്ധിമോശം കൊണ്ട് ഓരോന്നൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരിക. എൻ്റെ റബ്ബേ, പഠിച്ചോ കാക്കട്ടെ. ശരിക്കും അതാ പിറ്റേന്ന് രാവിലെ തന്നെ അതാ എല്ലാവരും ജോലിക്കാരെല്ലാം എത്തിച്ചേർന്നു. പതിവ് പോലെ നീലിയും എത്തിച്ചേർന്നു. ഇന്ന് സമ്മാനമായി നീലിക്ക് പട്ടുസാരി കൊടുക്കണം എന്നതായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത. പഴയ പോലെ എല്ലാ കാര്യങ്ങളിലേക്കും അവർ തകൃതിയായി പ്രവേശിച്ചു കൊണ്ടിരുന്നു. തൻ്റെ മനസ്സിലെ തെറ്റിദ്ധാരണ, തൻ്റെ ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചത്, നീലിയെക്കുറിച്ച് ചിന്തിച്ചത്, അതൊക്കെ വളരെ തെറ്റായിപ്പോയി. തൻ്റെ ഭർത്താവിനോട് നീലിയോട് മാപ്പ് പറഞ്ഞാലോ? എന്തിന്? അവരൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. സ്വപ്നമെല്ലാം എൻ്റെ മനസ്സിലല്ലേ. ഞാൻ കണ്ട സ്വപ്നങ്ങൾ അങ്ങനെയൊക്കെ ആയി തീർന്നു. അതൊന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഒരു ബുദ്ധിമോശം തന്നെ. അല്ലെങ്കിൽ ആ പെണ്ണ് നല്ലൊരു സ്ത്രീയാണ്, ശരിയാണ്. അവർ തുണിയും ബ്ലൗസും തോർത്തുമുണ്ടൊക്കെ അവരുടെ വേഷം തന്നെയാണ്. പിന്നെ ഞാനായിട്ട് അവരെ സാരി ഉടുപ്പിക്കാൻ പറയലും അതും ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് മനസ്സിലേക്ക് തോന്നിപ്പോയി. എന്നാൽ അതാ സൈനു എന്ന് പറഞ്ഞ് ആമിനത്താത്ത വിളിക്കുന്നു. ഭക്ഷണം ഞാൻ അങ്ങോട്ട് വരാം ഇത്താത്ത. അങ്ങനെ അത് സൈനു താഴോട്ട് ഇറങ്ങി. അതെ, ഇങ്ങോട്ടൊന്നും ഇറങ്ങി വരണ്ട, ഹാജിർക്ക് ഒന്നും പറ്റൂല. നിങ്ങൾ കൂട്ടിലടച്ച കിളിയെപ്പോലെ നിൽക്കുന്നതാണ് ഹാജിർക്ക് ഇഷ്ടം. ആ, മൂപ്പർക്ക് അങ്ങനെയാണ്, കരിയും പുകം കൊള്ളണമെന്ന് മൂപ്പർക്ക് ഇഷ്ടമല്ല, അതാണ്. എന്നാൽ അന്നതാ ഹാജിയർ തിരിച്ചു വരുന്നു. വരുമ്പോൾ ഒരു തേക്കിൻ്റെ ഇലയിൽ കുറച്ച് മൈലാഞ്ചി ഇല. ആ ആമിന, ഇതെൻ്റെ സൈനുവിൻ്റെ നല്ലോണം അമ്മി മരിച്ച് കണ്ട് ഓളെ കൈമലൊന്ന് ഇട്ട് കൊടുക്ക്. ഓളെ കൈമത്തെ മൈലാഞ്ചി പോയി തുടങ്ങിയേക്കണേ കേട്ടോ. ആയിക്കോട്ടെ മുതലാളിയെ, ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം. എന്നാൽ സൈനു അത് കേട്ട്, ഈ ഇക്കാൻ്റെ ഒരു കാര്യം, ഞാൻ എപ്പോഴും ഇങ്ങനെ സുന്ദരിയായി നിൽക്കണം എന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. എടി, നിങ്ങൾക്ക് ഭാഗ്യം തന്നെയല്ലേ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയത്. അങ്ങനെ അന്ന് തന്നെ ആമിനത്താത്ത മൈലാഞ്ചി അരച്ചു സൈനുവിൻ്റെ കൈകളിൽ, രണ്ട് കൈകളിലും ഇട്ട് കൊടുക്കുന്നു. അത് നന്നായിട്ട് അരച്ച് മൈലാഞ്ചി
ആ പിന്നെ അപ്പോഴേക്കും ഹാജിയാർ വിളഞ്ഞേറ്റ് കുത്തുമ്പോളേ നല്ലോണം ഒന്ന് പൂവൊക്കെ ഒന്ന് വരച്ചു കൊടുക്കേണ്ടി, അമ്പിളിനും അതേപോലെ നക്ഷത്രവും അതൊക്കെ ഒന്ന് വരച്ചു കൊടുക്കേണ്ടി കേട്ടോ. അങ്ങനെ അതാ ചക്കയുടെ എടുത്തു വെച്ച വിളഞ്ഞീന് അത് അവർ അടുപ്പിലിട്ട് പതുക്കെ ഉരുക്കിയെടുക്കുന്നു. അങ്ങനെ അതാ അത് അല്പം ചൂടോടെ തന്നെ സൈനുവിൻ്റെ കൈകളിൽ വെച്ച് ഇട്ട് കൊടുക്കുന്നു. ആ എൻ്റെ പെണ്ണുങ്ങളെ കൈ പൊള്ളിക്കല്ലട്ടാവിനോ എന്നും പറഞ്ഞ് ഹാജേരുടെ പറച്ചിൽ വീണ്ടും. ഇല്ലിൻ്റെ ഹാജേരേ, ഓർക്കൊന്നും പറ്റൂല. അങ്ങനെ അതാ സൈനയുടെ രണ്ട് കൈകളിലും അവർ നല്ല വിളഞ്ഞീൻ കുത്തൊക്കെ കുത്തിയിട്ട് മൈലാഞ്ചി, നല്ല തണുപ്പുള്ള മൈലാഞ്ചി അരച്ച് പൊത്തി കൊടുക്കുന്നു. ഹൈ, ഓളെ കൈമ മൈലാഞ്ചി കെടുക്കുമ്പോഴേ വല്ലാത്ത മൊഞ്ചാണ് കാണാൻ. ശരിക്കും ഹാജിയർ അത് പറഞ്ഞപ്പോൾ സൈനക്ക് തോന്നിപ്പോയി, പഠിച്ചോനെ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ചാണല്ലോ ഞാൻ വേണ്ടാത്തതൊക്കെ ചിന്തിച്ചത്. അങ്ങനെ ഒന്നും ചിന്തിക്കാനേ പാടില്ല. പക്ഷേ കൈകളിൽ മൈലാഞ്ചി ഇട്ടിരിക്കുമ്പോഴും അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു. അല്ലാ, എന്തായിരിക്കും ഇങ്ങനെ ഒരു സ്വപ്നത്തിൻ്റെ പൊരുള്? ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു. ഒരിക്കലും എൻ്റെ ഭർത്താവിനെ ഞാൻ തെറ്റിദ്ധരിക്കുകയല്ല, നീലിനും തെറ്റിദ്ധരിക്കുകയല്ല. അവരൊക്കെ അവരുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. നമ്മളൊരിക്കലും അവരെ നമ്മളെ മതത്തിലേക്ക് കൊണ്ടുവരാനും പാടില്ല. അവനാൻ്റെ ഇഷ്ടം പോലുള്ള മതം എന്നല്ലേ. എന്നാലും എന്തായിരിക്കും ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടത്? എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാജിർ അതുവഴി വന്നു. സൈനോ, എന്തിക്ക? നോക്കട്ടെ എൻ്റെ കയ്യുമ്പത്തെ മൈലാഞ്ചി ചോന്നക്കണോ? ഇക്ക, ഞാനത് ഊരിയിട്ടില്ല. അവർ പിന്നെ ഇത് വാഴയിലോണ്ടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ആ, നമ്മളെ വീടരെ കയ്യ് എപ്പോഴും നല്ല മൊഞ്ചുണ്ടായി കാണുമ്പോഴേ എനിക്കൊരു സന്തോഷമാണ്. ശരിക്കും ഹാജിയർ അത് പറഞ്ഞപ്പോൾ അവൾ ഒരു നിമിഷം വിചാരിച്ചു, പഠിച്ചവനെ ഇത്രമാത്രം സ്നേഹമുള്ള മനുഷ്യനാണല്ലോ അള്ളാഹു എനിക്ക് നൽകിയത്. എന്നാൽ അത് ഹാജിയർ തന്നെ അവരുടെ കൈകൾ കെട്ടഴിച്ച് കൊടുക്കുന്നു. ആ മൈലാഞ്ചിയെല്ലാം പതുക്കെ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. ഓ ഇക്ക. ഇല്ല പെണ്ണേ, കൈ നീർത്തുമ്പോൾ വേദന ഉണ്ടോ? കുറച്ച്. അങ്ങനെ ആ കൈകളിലെ മൈലാഞ്ചിയെല്ലാം ഹാജിയർ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അവർ കഴുകി കളയുമ്പോൾ, ഓ എൻ്റെ പെണ്ണെ, എന്തൊരു മൊഞ്ചാണ് എൻ്റെ കയ്യിന്. ഈ കയ്യിലെ മൈലാഞ്ചി ഇടുമ്പോൾ ഇത്രമാത്രം ഭംഗിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹാജിയർ സൈനുവിൻ്റെ രണ്ട് കൈകളും അദ്ദേഹത്തിൻ്റെ മുഖത്തോട് ചേർത്ത്, ഹായ് നല്ല മണം പെണ്ണേ, ഈ ഒരു മണം നല്ലൊരു രസമാണ്, ഈ മൈലാഞ്ചി അരച്ചിട്ട മണം. ഇക്കാൻ്റെ താടി നിരച്ചു തുടങ്ങുമ്പോഴേ ഞാൻ നിങ്ങൾക്ക് ഇട്ടരാട്ടോ, താടി അതിന് മാത്രം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ പെണ്ണെ, നിരക്കാനൊക്കെ ആയി തുടങ്ങിയില്ലേ, 6-7 മക്കളായില്ലേ, 8ാമത്തെ ഇപ്പോൾ വരാൻ നിൽക്കല്ലേ. പിന്നെ ഇൻഷാ അല്ലാ ആയിക്കോട്ടെ. എന്നാലും എൻ്റെ ഈ കൈകളിലെ മൊഞ്ച് വല്ലാത്തൊരു മൊഞ്ചാണ് പെണ്ണെ. ഹാജർ അവരെ ചേർത്ത് പിടിച്ചു. എന്നാൽ അപ്പോഴൊക്കെ ബീവിയുടെ മനസ്സിൽ പല പല ചിന്തകളായിരുന്നു ഉണ്ടായിരുന്നത്. കാര്യം മറ്റൊന്നുമല്ല, സ്വപ്നത്തിൻ്റെ പൊരുള് ആയിരുന്നു അവർ ഉദ്ദേശിക്കുന്നത്. ആരോടെങ്കിലും സ്വപ്നവാക്കിയാനൊന്ന് ചോദിച്ചാലോ? അതോ ഇനിയിപ്പോൾ പണ്ടൊക്കെ ഇതുവഴി കുറത്തോളം തത്തന്മാരൊക്കെ വരുമായിരുന്നു, തത്തമ്മകൾ ഷീറ്റൊക്കെ എടുത്ത് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇസ്ലാം മത നിയമപ്രകാരം അതൊന്നും നോക്കാൻ പാടില്ല. അത് നോക്കിക്കഴിഞ്ഞാൽ 40 നിസ്കാരം പോവും എന്നൊക്കെയാണ്. ഇനിയിപ്പോൾ കുറച്ചാൾ ആരെങ്കിലും വരുന്നുണ്ടോ അറിയില്ല. പഴയ കാലത്തൊക്കെ എല്ലാവരും നോക്കൽ തന്നെയല്ലായിരുന്നോ? ശരിക്കും ആ തറവാട്ടിലേക്ക് അവർ വിചാരിച്ചതുപോലെ തന്നെ ഒരു കുറത്തി വരികയാണ്. കൂട്ടിലൊരു തത്തമ്മയുണ്ട്. ഹാജിയർ അവിടെ ഇല്ലാത്ത സമയമാണ്. ഹാജിയർക്ക് അതൊന്നും പറ്റൂല. ഉമ്മ, കയ്യോ കണ്ടോ? മുഖത്ത് നല്ല ലക്ഷണം കാണുന്നുണ്ടല്ലോ. മുഖത്ത് നല്ലോണം എന്താ പറയാ, വിഷമമുണ്ട്, എന്തൊക്കെയോ കാണുന്നുണ്ട്, എന്തൊക്കെയോ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട് എന്നുള്ള വേവലാതി ഉണ്ട് അല്ലേ? സ്വർഗത്തിലാണ് ജീവിക്കുന്നത്, പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമാണ്, പ്രയാസമാണ്, എന്തൊക്കെയോ ആശങ്കയാണ്, എന്തൊക്കെയോ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു പേടിയും ബേജാറുമാണ്. പിറക്കാൻ പോകുന്നത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നുള്ള ആകാംക്ഷയുണ്ട്. ഇപ്പം എത്ര ഇത്? 6. അതെ, ഇപ്പോഴും പെൺകുട്ടിയാവോ ആൺകുട്ടിയാവോ എന്നുള്ള ചിന്താഗതിയാണ്. പക്ഷെ അതിലേറെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പേടിയും ബേജാറും കുടുങ്ങിക്കണ്. എന്തൊക്കെയോ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുമോ എന്നൊക്കെയുള്ള ചിന്താഗതിയും പേടി അതുകൊണ്ട്. എന്താ, കൈ വെക്കണോ? ഞാൻ ശരിക്കും നോക്കി പറയാം. എന്നാൽ അതെല്ലാം കേട്ടപ്പോൾ തൻ്റെ മനസ്സിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും കുറത്തി വിളിച്ചു പറയുന്ന പോലെയാണ് തോന്നിയത്. അവൾക്ക് ആകപ്പാടെ
അതെ, പറഞ്ഞതെല്ലാം സത്യമാണ്. എൻ്റെ മനസ്സ് അങ്ങനെയാണ്. എൻ്റെ മനസ്സ് അത്രമാത്രം ടെൻഷനിലാണ്. എന്തെന്നറിയില്ല, ആ സ്വപ്നത്തെക്കുറിച്ച് വല്ലാത്ത ബേജാറുണ്ട് മനസ്സിക്ക്. ഒരു ഹിന്ദു പെണ്ണിനെ കല്യാണം കഴിച്ച് മണിയറയിലേക്ക് കൊണ്ടുപോകുന്ന രംഗാണ് ഞാൻ സ്വപ്നം കണ്ടത്. പക്ഷേ അവർ തമ്മിൽ ഒന്നുമില്ല. എൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ വെറുതെ ഇല്ലാത്തത് തന്നെയാണ്. എനിക്കറിയുന്നില്ല റബ്ബേ, ഞാൻ എന്താണ് ചെയ്യുക. ശരിക്കും അതാ സൈനു അതിനെക്കുറിച്ച് ഓർത്തിരിക്കുകയായിരുന്നു. എന്താ ഉമ്മ നിങ്ങൾ കാര്യമൊന്ന് പറയും, നോക്കണേ പറയും, അധികം പൈസയൊന്നും ഇല്ല, എനിക്ക് 2 തേങ്ങയും അതുപോലെ എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി. ഇവിടെ ഇഷ്ടംപോലെ മുതല സ്വത്തൊക്കെ ഉള്ള വലിയ ഹാജിയുടെ വീടല്ലേ. എന്താ നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ലേ? ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾക്ക് ശരിയായിരിക്കും അല്ലേ? നിങ്ങളെ മനസ്സിൽ നല്ലോണം ആവലാതി ഉണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം കൂടിയാണ് ഇത്. എന്നാൽ ഹാജിയർ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് കടന്നു വന്നു. എന്തിനാ അവിടെ പരിഹാരം? എന്താ അവിടെ ഉള്ളത്? ഹാജിയരുടെ വാക്ക് കേട്ട് സൈനു ഒന്ന് ഞെട്ടി. എന്താ സൈനുവോ, അനക്കെന്താ കൈ വെക്കണോ? എന്തിന്? അനക്ക് പഠിച്ചോൻ്റെ വിധിയിൽ വിശ്വാസമില്ലേ? എൻ്റെ പൊന്നാര ഹാജിയരെ, പഠിച്ചോൻ്റെ വിധി തന്നെയാണ് ഞങ്ങളീ പറയണത്. ഞങ്ങൾക്കൊക്കെ അത് അറിയേ, ഞങ്ങളൊക്കെ പഠിച്ചു വന്നത് തന്നെയാണ്. ആ, പഠിച്ചു വന്നൊക്കെ പറഞ്ഞു കൊടുത്തല്ലോ. ആദ്യം മൂത്ത് നോക്കി പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ. അതന്നെയല്ലേ ഇനിയും പറയാനുള്ളത്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് എത്ര വെച്ചാൽ വാണ്ടി പറഞ്ഞോളി. ഞമ്മക്ക് കായായിട്ടൊന്നും വേണ്ട, ഞമ്മക്ക് 2 തേങ്ങയെ കുറച്ച് അരിയൊക്കെ പഷ്ണില്ല കാലല്ലേ. ഞങ്ങളെ ജീവിതം അങ്ങനെ പോട്ടെ. നിങ്ങൾ അങ്ങനെ പറയില്ലേ, ഒന്ന് നോക്കിച്ചാട്ടെ. ശരിക്കും ആ കുറത്തിയുടെ വാക്കുകൾ കേട്ട് ആചാര്യ പറഞ്ഞു, പൊന്നാര കുറത്തിയമ്മേ, ഞമ്മക്കത് പറ്റൂല. അതായത് നമുക്ക് 40 ദിവസത്തെ നിസ്കാരമാണ് നമ്മളുടെ പോവുക. അതുകൊണ്ട് ഇവിടെ കയ്യോക്കലും കാലോക്കലൊന്നും വേണ്ട. അനക്ക് എന്താ വെച്ചാൽ വേണ്ടി ഞാനത് തരാം. അപ്പോൾ തന്നെ കുറത്തിക്ക് ആമിനത്താത്തനോട് വിളിച്ചു, ആമിന 4 തേങ്ങ എടുത്തോ, ഒരു സേർ അരി എടുത്തോ. അരിയും തേങ്ങയുമായി ആമിനത്താത്ത അങ്ങോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ആ പച്ച ബെൽറ്റിൽ തിരികിയിരുന്ന ആ നോട്ടുകളിൽ നിന്ന് 2 എടുത്ത് അവർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇനിയും ഇജ്ജാതി പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരരുതിട്ടാ, ഇത് ഞമ്മക്ക് പറ്റൂല. ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ നിസ്കരിച്ചതൊക്കെ വെറുതാവും. 40 ദിവസത്തെ നിസ്കാരമാണ് പോവുക. പിന്നെ വിധി എന്ന് വെച്ചാൽ പടച്ച റബ്ബ് നമുക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ടാകും, അതേ നടക്കുള്ളൂ. അതായത് നമ്മളെ അള്ളാഹു നമുക്ക് 4-ാം മാസത്തിൽ കണക്കാക്കിയിട്ടുണ്ടോ, ഇന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരും, ഇന്നത് ജീവിതത്തിൽ ഉണ്ടാവും, നഷ്ടപ്പെടും എന്നൊക്കെ ഉണ്ടാവും. അതൊക്കെ കണക്കാക്കിയതിൻ്റെ പുറമെ നമ്മളെ ഭാവി അറിയാൻ വേണ്ടി വേറൊരു ഇത് പാടില്ല, നമുക്ക് പാടില്ല. എനിക്ക് കിട്ടാനുള്ള കിട്ടിയിരിക്കണ ഇജ്ജ് പോയിക്കും, എനിക്ക് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ. ആചാര്യ കൂട്ടാൻ വെക്കാനേ എനിക്കെന്തെങ്കിലും. ആമിന, അവിടുന്ന് കുറച്ച് പച്ചക്കായും അതുപോലെ കുമ്പളങ്ങയും വെള്ളരിക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറി എടുത്തെടുത്താളാ, ആണ് പോയിക്കോട്ടെ. അങ്ങനെ അത് അപ്പോഴേക്കും അതും കൊണ്ട് കൊടുക്കുന്നു. ആചാര്യ ഒരുപാട് നന്ദിയുണ്ട്, കാരണം നിങ്ങൾ കൈ വെക്കാതെ തന്നെ ഞമ്മക്കിതൊക്കെ കിട്ടിയല്ലോ. ഒരുപാട് നന്ദിയുണ്ട്, ഞാൻ പോട്ടെ. പോയിക്കോളി. അങ്ങനെ അരിയും പൈസയും തേങ്ങയും പച്ചക്കറിയുമായി അവർ അവിടെ നിന്ന് പോകുന്നു. നേരെ ഹാജിയർ സൈനയുടെ അരികിലേക്ക്. സൈന, എന്തേക്കാ? അല്ല, എന്തേ എനിക്ക് പറയാൻ ഇത്ര വലിയ ആകാംക്ഷ? എന്തറിയാനാ എനിക്ക്? എൻ്റെ ഭാവി ജീവിതോ അതോ എന്താണ്? എനിക്ക് ഇതുവരെ വല്ല കുറവും ഇവിടെ വന്നിക്കണോ? എനിക്ക് എന്താണ് അറിയേണ്ടത്? നമ്മളെ കുട്ടി ഏതാന്നുള്ളതാണ്? അല്ല, അതവർ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് പോയത്. അവരത് പറയും. കാരണം അവരെന്ന് വെച്ചാൽ പറയുന്നത് എങ്ങനെയാണ്, ഈ പടച്ച റബ്ബ് മലക്കൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഈ ബിലീസ് അത് കട്ട് കേൾക്കാൻ വേണ്ടി പോകും. അതിൽ നിന്ന് ഓരോരുത്തരെ കുറിച്ച് പറയുന്നതൊക്കെ കുറച്ചീച്ച് ഇങ്ങനെ അത് കട്ട് കേട്ട് അതിൽ എത്രയോ 100 കളവോ എന്താ കൂട്ടിയിട്ടാണ് നമ്മളിവിടേക്ക് ഇങ്ങനെ ഇവർക്ക് ഇവർ പഠിച്ചെടുത്ത് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ടെക്നിക്ക് ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല. പക്ഷെ നമ്മൾ കൈ നോക്കിക്കാൻ പാടില്ല, പക്ഷി ലക്ഷണം നോക്കാനേ പാടില്ല. കാരണം പടച്ച റബ്ബിനെ ഒന്നും ഇഷ്ടമല്ല. നമുക്ക് അള്ളാഹു വിധിച്ച് നമുക്ക് അള്ളാഹു നൽകും, അതുപോലെ ആയിരിക്കും. ഇക്ക, ഞാൻ അതുകൊണ്ടൊന്നല്ല, പിന്നെ എൻ്റെ മനസ്സിങ്ങനെ. എന്താ എൻ്റെ മനസ്സിൽ? അല്ലേ, എന്നോട് പറഞ്ഞു മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഒരു വിഷമമുണ്ട്, പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ എൻ്റെ സൈനോ ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡോക്ടർ എങ്ങാനും കാണിക്കണോ? വേണ്ടിക്ക, ഒന്നും വേണ്ട. എന്നാൽ സൈനുവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭീതി ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. അത് നീലിയെ തൻ്റെ ഭർത്താവ് കല്യാണം കഴിച്ച് മണിയേറിയിലേക്ക് കൊണ്ടുപോകുന്ന ആ കാഴ്ചയായിരുന്നു അപ്പോഴും അവരുടെ മനസ്സിൽ. എന്തായിരിക്കും അവരുടെ ആ സ്വപ്നത്തിൻ്റെ പൊരുൾ, അതിൻ്റെ ഉദ്ദേശം? ആ ചിന്തയിലായിരുന്നു അവർ അപ്പോഴും. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.